ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ അതെ ഇന്നും ശരണ്യ എന്തോ ഒരു പരീക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നും ഇതുപോലെയൊക്കെ തന്നെയാണ്. എന്നാലും ഇന്ന് എന്താന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ പഴം കൊണ്ട് ഏത്തപ്പഴം കൊണ്ട് ഒത്തിരി ഏത്തപ്പഴം പിടിച്ചിട്ട് ഏത്തപ്പഴം തന്നെ നമ്മൾ എപ്പോഴും പരീക്ഷണത്തിന് ഏത്തപ്പഴമായിരുന്നു. ഏത്തന് വില കൂടിയപ്പോ പിന്നെ അങ്ങനെ പരീക്ഷണം ഏത്തത്തിന്റെ മാറ്റി വെച്ചിരിക്കുക. വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഏത്തപ്പഴം കൊണ്ട്. ഏത്തപ്പഴം കൊണ്ട് നമുക്ക് വട്ടയപ്പം ചുടുന്ന പോലെ വേണ്ട, വട്ടയപ്പം ഒരു കേക്ക് ആക്കുന്ന പോലെയാണ്. കേക്ക് പോലെ. അപ്പൊ കൂട്ടുകാരെ, ഏത്തപ്പഴം കൊണ്ടൊരു കേക്ക് തന്നെ റെഡിയാക്കാൻ പോയെന്നാ പറഞ്ഞു. പക്ഷെ ഇന്നലെ ചെയ്ത പോലെ എന്നോട് പറഞ്ഞു കിഴി പൊറോട്ട തരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്ന കണ്ടല്ല, കിഴി ദോശയാണ് തന്നത് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തത് എങ്ങനെയായിട്ട് നിങ്ങള് തരുന്ന സപ്പോർട്ടിനൊക്കെ ആദ്യം നന്ദി പറയുന്നു. നമുക്കപ്പോ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ എല്ലാരും പോയി കൂട്ടുകാരെ, നമുക്ക് ഒന്നിച്ച് നിന്ന് അടുക്കള നിന്ന് പുതിയ പരീക്ഷണത്തിലോട്ട് പോയേക്കാം. ശരണ്യ, എന്തോ അല്ലേ ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന ശർക്കര തണുക്കണം. ശർക്കര പാനിയാക്കി, ശർക്കര പറഞ്ഞിട്ട് ഞാൻ പാനിയാക്കി, ഞാൻ അരിക്കാൻ അമ്മ പാനിയാക്കിയതാണ്. ആഹാ, ശർക്കര പാനി അമ്മയുടെ പാനിയാക്കാൻ പറഞ്ഞേച്ചാണ് നമ്മള് ഇൻട്രോ കണ്ടത്. ശർക്കര പാനിയാക്കി അങ്ങനെ അമ്മ അത് തണുപ്പിക്കുകയാണ്. ഇതിലേക്ക് പോകുള്ളു. അപ്പൊ അമ്മ ഒരു കാര്യം മറന്ന്. ഹായ് മക്കളെ, ഞാൻ ശർക്കര പാനിയാക്കിയാണ്. അത് തണുപ്പിച്ച് ഇനി അരിച്ച് കൊടുക്കണം ശരണ്യക്ക്. അപ്പൊ ഇനി ശരണ്യ ഇപ്പൊ എന്തെടുക്കാൻ പോയാണ് ഇനി അടുത്ത്? തണുത്ത് വന്നാണ് നമ്മുടെ പണി ഇനി മുന്നോട്ട് പോകത്തുള്ള. ശരണ്യ, എന്തോ നമ്മുടെ പാനിയൊക്കെ തണുത്താ? നമ്മുടെ പാനിയുടെ എപ്പോഴേ തണുത്ത. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ശർക്കര വേണം, പിന്നെ നമ്മുടെ പാല് വേണം, പഴം വേണം, കണ്ട അമ്മ പറഞ്ഞു. ഏലക്ക വേണം, ഏലക്ക വേണം, പിന്നെ നമ്മുടെ റവ വേണം, പിന്നെ നെയ്യ് വേണം, അണ്ടിപ്പരിപ്പ് വേണം. ഇത്ര ഐറ്റാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇനി അരച്ചെടുക്കാം. അപ്പൊ അമ്മ അങ്ങനെ ശർക്കര നേരത്തെ വാനിയാക്കി വെച്ച കാരണം പെട്ടെന്ന് പരിപാടി നടക്കും. അപ്പൊ നമുക്ക് ഇനി പഴം എടുത്ത് ആദ്യമേ നമുക്ക് പൊളിക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യതേ ഏത്തപ്പഴമൊക്കെ ഇങ്ങനെ അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ കൂടെ വല്ലതൊക്കെ ചേർക്കുവാ ശരണ്യ? ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. അരിക്കാൻ പോവുകയാണ്. ഇത് നല്ലതായിട്ട് അരച്ചെടുക്കണം. ആണല്ലേ? പറിച്ചെടുത്തിട്ട് കാണിക്കാം. ഏത്തപ്പഴം താഴെ പോയെന്നാ തോന്നണ. ഞാൻ കണ്ടേ, അതെന്റെ കയ്യില് ചാടിപ്പോയി. ഞാൻ കണ്ടുപിടിച്ചില്ലെന്നാണ് ഓർത്ത്. കണ്ടില്ലായിരിക്കുന്നു. അപ്പൊ അമ്മ അത് അരിക്കുകയാണല്ലേ? അരച്ചെടുത്തിട്ട് ഓടി വരാം. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യുക. അല്ലേ അരച്ചത് എന്തേ? കൂട്ടുകാരെ, അങ്ങനെ അതെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ മാത്രമൊന്നും ഇല്ല, കാരണം രണ്ടേത്തപ്പഴല്ലേ. അതെന്നാണ് ശരണ്യ? ശർക്കര പാനി ഒഴിക്കുകയാണ്. അമ്മയുടെ ചോദിക്കുകയാണല്ലേ? പാലൊഴിച്ചോണ്ടിരിക്കുകയാണ് അതിലാട്ട്. കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ അതെ പാലും ശർക്കര എല്ലാം കൂടി ജാറിൽ ഒഴിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഏലക്കപ്പൊടി കൂടി ഇട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അതേ കണ്ണപ്പൻ കോളേജ് വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കണ്ണപ്പനും കൂടി. കണ്ണപ്പ, ഇന്ന് ചിറ്റ എന്നാണ് ചെയ്യണമെന്നറിയാവോ? ഫോണിലാണല്ലേ? ഇന്ന് ചിറ്റ എന്നാണ് ചെയ്യണമെന്നറിയാവോ? കണ്ണപ്പൻ ഇന്ന് ഒരു കേക്കണക്കി തന്നാലോ? യഥാർത്ഥ കേക്കൊന്നും അല്ല കേട്ടാ. ഞാനേ അവിടെ പോയി കണ്ണപ്പനെയൊക്കെ കണ്ടു ഇങ്ങോട്ട് വന്നപ്പോ അരച്ചു വെച്ചതെല്ലാം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇത് എങ്ങനെയാണ് വെച്ചേക്കണം ഇത്ര നേരം?
ആ 1 മണിക്കൂർ ഇച്ചിരി ഇരിക്കാം. അത് നമുക്ക് റവ ഇട്ട് കഴിഞ്ഞ് വാഴയില വാഴയിലേക്ക് എടുത്തുണ്ട് വാഴയില ശരണ്യ പറഞ്ഞിട്ടാണ്. അമ്മ നമുക്കിനി റവയും കൂടി ഇട്ട് കലക്കി ഇട്ട് ഇച്ചിരി നേരം മൂടി വെക്കണം. വെക്കണം. ആ നേരത്ത് ചിലപ്പോ നമ്മുടെ അച്ഛൻ വരുവായിരിക്കും അല്ലേ? അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞില്ല അച്ഛൻ എവിടെ പോയി എന്ന്. പക്ഷെ അച്ഛൻ എവിടെ പോയെന്ന് നമുക്ക് മാലിന്ന് കിട്ടിയ പാത്രമാണ്. ഇത് മാലി വർക്ക് ചെയ്യുന്ന ചേച്ചി അല്ലേ? ചേച്ചി തന്നെ വിട്ട പാത്രം. അതെ അതെ. അപ്പൊ അതിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റവ എടുക്കാം. ഇങ്ങനെ കലക്കുന്ന സംഭവം അമ്മയുടെ ആണല്ലേ? അമ്മ കലക്കണ സംഭവം കൊടുക്ക. എന്താണ് സംഭവം എന്ന് നമുക്കും അറിയാം. അതാണല്ലേ? അത് എണ്ണൊക്കെ ഉണ്ടല്ലേ? മതി, കുറച്ച് മതി അല്ലേ? അല്ല അതിന് പാകമായിട്ട് വരണ്ടേ? ആ പാലിനും ഇതിനൊക്കെ കണക്കായിട്ട് വന്നായിരിക്കും. നോക്കട്ടെ ഇട്ടിട്ട്. അല്ല അതല്ല വെള്ളായിട്ട് കിടക്കരുതല്ല. അതെ അതെ. അങ്ങനെ കൂട്ടുകാരെ കണ്ടതെ റവയും ഒരു പിഞ്ച് ഉപ്പും ഒക്കെ ഇട്ട് അങ്ങനെ ചരിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊക്കെ കാണിക്കാം. അമ്മ എന്തോ കൈകൊണ്ടൊക്കെ ചൂണ്ടി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താണ് അമ്മ? റവ ഇടണെന്ന് അതാണ്. മൂടി വെക്കണം. അപ്പൊ കൂട്ടുകാരെ നമ്മള് റവയെല്ലാം ഇട്ട് നല്ല ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മൂടി വെക്കാം കുറച്ചു നേരം. മൂടി വെക്കാൻ പോയാണ്. അപ്പൊ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. അതുവരെ എല്ലാരും വെയിറ്റ് ചെയ്യും. അതല്ല 1 മണിക്കൂർ ഇരിക്കട്ടെ. ഇരിക്കട്ടെ. അതെ. നിങ്ങളുടെ അമ്മേനെ കൊണ്ട് ഇഷ്ടത്തിൽ ഞാൻ വിട്ട് തന്നെ. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ ശരണ്യതേ ഒരു വാഴയിലേക്ക് എടുത്ത് അത് നെയ്യൊക്കെ തൂത്തണ്ടിരിക്കുക. വാഴയില കറക്റ്റായിട്ടൊക്കെ വെട്ടിയൊക്കെ എടുത്തിട്ടല്ലേ? അപ്പൊ അതുമേ നെയ്യ് തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. എന്തേ ഒന്ന് കാണിച്ച്. അപ്പൊ മാവ് ചെറുതായിട്ടൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ നമ്മള് ഇഡ്ഡലി പാത്രത്തിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മൾ അണ്ടിപ്പരിപ്പെല്ലാം ഇടും. നമ്മുടെ ശരണ്യതേ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് അത്ര ഒരു ഇതില്ലല്ലേ? ഭയങ്കര കട്ടിയായി പോയല്ലേ ശരണ്യ? അതെന്ത് പറ്റിയെന്നറിയാൻ മേല. ഇത്തവണ കിട്ടിയ പാക്കറ്റ് അല്ലേ? കൂട്ടുകാരെ അങ്ങനെ അതെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പൊ വെച്ചതേ ഉള്ളു. പുളിച്ചു പൊങ്ങിയ മാവ് ഒഴിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ച് പൊങ്ങിയിടുമ്പോ നല്ലതായിരിക്കും കേട്ടാ. ആണല്ലേ? ഇനി അത് മൊത്തം പഠിച്ചൊഴിക്കുകയാണ്. ഇനി അങ്ങനെ ഒന്ന് തേച്ചൊക്കെ പിടിപ്പിക്കണം അല്ലേ? നെയ്യ് ഒഴിച്ചില്ല അഞ്ഞല്ലേ? അതെ അതെ. അതിച്ചിരി നടുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നീ. അപ്പൊ ഒഴുകി വന്നോളൂ അല്ലേ? അണ്ടിപ്പരിപ്പ് ഇനിയും വെക്കണുണ്ടോ? അമ്മയും കൂടി പോരാത്ത അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? അതെ. എന്നാ അത് മൂടി വെക്കണ്ടേ? മറന്നുപോയ നമുക്കിതൊന്ന് എന്താന്ന് നോക്കിയ അത് സൂക്ഷിക്കണം. ആവി കയ്യാലടിക്കും. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്.
അപ്പൊ ഇച്ചിരി നേരം തണുത്ത് കഴിയുമ്പോ നമുക്ക് എടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് നോക്കാം. ആ നേരത്തെ ചിലപ്പോ നമ്മുടെ അച്ഛനും എത്തിയാല അറിയാൻ മേല. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഭംഗിയൊക്കെ ഉണ്ട് ഇത് കാണാൻ തന്നെ. അതെ അങ്ങനെ അതെ ഞങ്ങള് കേക്ക് മുറിക്കാൻ പോയാണ്. അച്ഛനെയും കാത്ത് ഇത്ര നേരം നിന്നു. അച്ഛനെ കാണാനില്ല. അച്ഛൻ കുറച്ച് കഴിഞ്ഞ് വരുവുള്ള മഴയുള്ള കൊണ്ടായിരിക്കും അച്ഛൻ കയറി നിന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിത് മുറിച്ചാലോ? നമുക്ക് മുറിച്ചേക്കാൻ. ആദ്യമേ തിരിച്ചിടാം. ആ അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ താമസിക്കും എന്ന് പറഞ്ഞു. കണ്ട തൊട്ടപ്പഴേ തിരിഞ്ഞു പോകുന്നതാ. അടിപൊളി കേക്കാണ് അല്ലേ? ആണ്. സൂപ്പർ കേക്കാണ്. അപ്പൊ നല്ല ഭംഗിയുണ്ട്. അതെ അതെ അപ്പൊ നമുക്കിത് മുറിക്കാം. ആ അങ്ങനെ ശരണ്യ അതേ മുറിക്കുകയാണ്. നല്ല പോഞ്ച് പോലെ ഇരിക്കണം കേട്ടോ. അതെ അതെ നമ്മൾ മുറിച്ചിട്ട് വേണം നമ്മുടെ കണ്ണപ്പനൊക്കെ കൊടുക്കേണ്ടതാണ്. അടിപൊളിയായിട്ടാണ് അതിന്റെ എടുക്കുന്നത് അല്ലേ? നല്ല രസമുണ്ട്, അടിപൊളിയാണ്. അപ്പൊ ഇന്ന് അമ്മയാണ് ടേസ്റ്റ് ചെയ്യണം. അച്ഛനകത്തുള്ള അമ്മയാണ് നമ്മൾ നോക്കാൻ വേണ്ടി അതെ. വെച്ചേക്കുന്നത്. നല്ലതാണ്. നല്ലതാ, നെയ്യിലെല്ലാം നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട്. ഉണ്ട്. അപ്പൊ കൂട്ടുകാരെ നിങ്ങളും ഇണക്കുമ്പോ ഇച്ചിരി നെയ്യൊക്കെ കൂട്ടി ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. ആരും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. പഴുത്ത ഏത്തപ്പഴം മാത്രം മതി. അതെ അതെ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടുക. പിന്നെ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പൊ അടുത്ത വീഡിയോക്ക് വേണവരെ ബൈ.